ഹലോ ഹലോ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ഫിക്ചർ 7/12/2024 അപ്പം നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ശരിയാക്കേണ്ട കുറച്ച് സ്ഥലമാണ് നോക്കാൻ പോണേ. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നിങ്ങൾക്കറിയാമല്ലോ, 3 പേര് മാത്രം കളിച്ചാൽ ഒരിക്കലും ഒരു ടീം ജയിക്കാൻ ഒരു സാധ്യതയില്ല. ജയിക്കണമെങ്കിൽ ആ ടീമിലുള്ള എല്ലാവരും കളിച്ചേ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് അറിയാവുന്ന പോലെ നമ്മുടെ ടീമിൽ ആകെ അറ്റാക്കിങ് മാത്രമാണ് കളിക്കുന്നത്, ഡിഫൻസ് കളിക്കില്ല. മാനേജർ ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. ഒരു കളി ജയിക്കുകയാണെങ്കിൽ അടുത്ത കളി ജയിച്ച ടീമിലല്ല ഇറക്കണം, തോറ്റ ടീമിലാണ്. മിക്കായൽ സ്റ്റാർ, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ, വേർ ഈസ് അവർ എയ്മാൻ ആൻഡ് അസർ? അവർ രണ്ടുപേരെ ഇറക്കിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇത് നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. പിന്നെ ഒട്ടും നന്നായിട്ട് കളിക്കാത്ത സന്ദീപായിരിക്കും, അവനെ എന്തിനാണ് ലാസ്റ്റ് ഇറക്കിയെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമ്മുടെ കോറോസിങ്ങിനെ നിങ്ങൾ കാണിച്ചു തരാം. എവിടെ ഇപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിലാക്കി നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ കാണിച്ചു തരാം. ഇതൊരു സോഫ സ്കോർ എന്ന് പറഞ്ഞ ആപ്പാണ്, പ്രൊമോഷനൊന്നും അല്ല ഗൈസ്, പക്ഷെ നല്ല ആപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, ഞാൻ നിർബന്ധിക്കുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ട ഗൈസ്. ഇപ്പം നമ്മുടെ ടീമിൽ ഇപ്പം ഏറ്റവും നന്നായിട്ട് കളിക്കുന്നത് നോവ സദോയ തന്നെയാണ്. നമുക്കിപ്പം നമ്മൾ ടേബിളിൽ 10ാം സ്ഥാനത്ത്. ആദ്യത്തെ 3 കളി നന്നായിട്ട് പെർഫോം ചെയ്തിരുന്ന ടീം ഇപ്പം ടേബിളിൽ 10ാം സ്ഥാനത്ത്. സാധാരണ നമ്മൾ ഹോമിലോട്ട് വരുമ്പോൾ നല്ല ജയമാണ്. ഇപ്പം നമുക്ക് ഹോമിലാണ് ഏറ്റവും കൂടുതൽ തോൽവിയുള്ള 2 തോൽവി. നിങ്ങൾ നോക്കുക, 2 തോൽവിയാണ് ഹോമിലുള്ള. എവയിലാണ് നമ്മൾ ഇപ്രാവശ്യം ഹോമിനെക്കാളും നല്ല റെക്കോർഡുള്ളത് നമുക്ക് എവയിലാണ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അവിടെ 2 തോൽവിയാണെങ്കിൽ ഇവിടെ 2 ഡ്രോയും 1 വിന്നും 1 ലോസ്റ്റും ഉള്ളൂ. നമുക്ക് നോവ സദോയയുടെ സ്റ്റാറ്റ് ഒന്ന് നോക്കി വരാം. കണ്ട ഗൈസ്, നോവ സദോയ്, ഈ ഒരു പയ്യൻ ഇവൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നാളും പിടിച്ചില്ല. നമ്മൾ ലാസ്റ്റ് കളി കണ്ടതുപോലെ തന്നെ ഇഞ്ചുറി ആയിട്ടാണ് അങ്ങേര് പോയത്. അങ്ങേര് കളിച്ചില്ലെങ്കിൽ നമ്മുടെ ഗതി എന്താവുമെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ഹെസൂസ് ഹിമെൻഡസ്, നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇങ്ങേര് ക്രോസ് ബാർ കളിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ അടിക്കണ ഗോളെന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് കളിക്കണവർ നോവ സദോയ്, ഹെസൂസ് ഹിമെൻഡസ്, അഡ്രിയനുള്ള, പിന്നെ നവോച്ചയും വിപിനും കൂടെ കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ നോവ സദോയുടെ ഹീറ്റ് മാപ്പൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോവ സദോയ് വന്നിട്ടുണ്ട്. നോവ സദോയ് ഇപ്പോൾ ലെഫ്റ്റിങ്ങാണ് കളിക്കുന്നത്. നമുക്കറിയാം നോവ സദോയ് ലെഫ്റ്റിങ്ങാണ് ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് കളിക്കുന്നതെന്ന്. അപ്പോൾ ഹീറ്റ് മാപ്പിൽ നോവ സദോയ് കണ്ട ആ ഒരു ലെഫ്റ്റ് വിങ് മുഴുവനാണ് നമ്മൾ അറ്റാക്ക് എടുത്തതെന്ന് പറയാം. അവിടെ നോവ അല്ലാതെ വേറൊരാളില്ല. അപ്പം നമുക്ക് മനസ്സിലാവും നോവ എന്തൊരു ഗോൾപ്പയാണ്. നമുക്ക് ഈ കളി അടുത്ത കളി എന്തെന്നാലും ജയിച്ചേ പറ്റുള്ളൂ ഗൈസ്. അപ്പം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. നമ്മുടെ കോറോസിങ് ലാസ്റ്റ് 2 കളി കളിച്ച കോറോസിങ് വന്ന് ഫസ്റ്റ് ടീമിൽ ഇടം കിട്ടി, നല്ല പെർഫോം ചെയ്ത്. അതിന് പകരം കോറോസിങ്ങിന് പകരം വേറെ ഏതൊരുത്തനും ഇട്ട രാഹുൽ കൊള്ളാം. രാഹുലിനെയാണ് കോറോസിങ്ങിന് പകരം ഇട്ടത്. പക്ഷെ കോറോസിങ്ങിനെ ഫസ്റ്റ് ഹാഫ് ഇട്ടിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇതായിട്ട് കിട്ടുമായിരുന്നു. എന്തിനാണ് കോറോസിങ്ങിനെ മാറ്റിയിട്ട് രാഹുലിനെ ഇറക്കിയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പം അത് നമ്മളൊന്ന് ശരിയാക്കാം. ഫസ്റ്റ് ടീം നമ്മൾ എപ്പോഴും ജയിക്കുന്ന പൊസിഷനാണ്. നമ്മൾ കഴിഞ്ഞ കളി നമ്മൾ ജയിച്ചത് ആ ഒരു പൊസിഷൻ വെച്ച് തന്നെ കളിക്കേണ്ടതായിരുന്നു. പിന്നെ കഴിഞ്ഞ കളി എന്തിനാണ് ഈ മാനേജർ ഈ മൈക്കിൾ സ്റ്റാറെ വീണ്ടും ഒരു ഇത് കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. നമുക്ക് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ലെന്നാണ് നോക്കാം. നമുക്കൊന്ന് നോക്കി നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് ഉണ്ടാന്ന്. കേരള ബ്ലാസ്റ്റേഴ്സ് അറ്റാക്കിംഗ് ഹീറ്റ് മാപ്പ് നോക്കാം. അറ്റാക്കിംഗ്
അറ്റാക്കിംഗ് ഹീറ്റ് മാപ്പ്. ക്യാപ്സ് ലോക്ക് ഒന്ന് ഓഫ് ആക്കിയിട്ട് ഫുട്ബോൾ സ്റ്റാറ്റിക്സ് ആണ്. ഇത് വേറെ ഏതോ ഒരു ഇതാണ് നമുക്ക് കേരള. എനിക്കിതൊന്നും എടുക്കാറില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് സ്റ്റാറ്റിക്സ് ആണ് ഞാൻ നോക്കാൻ പോകുന്നത്. നോക്കട്ടെ. കേരള ബ്ലാസ്റ്റേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെന്താണ് ഗൈസ് വല്ലതൊക്കെ നോക്കാൻ കഴിയുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നമൊക്കെ പറഞ്ഞേ. അപ്പം ഞാൻ നിങ്ങൾക്ക് പറയണ വേറൊന്നുമല്ല, നമ്മുടെ ഡിഫൻസ് എന്ത് വന്നാലും നമ്മൾ ശരിയാക്കിയേ പറ്റുള്ളൂ. ഇപ്പോൾ അറ്റാക്കിങ് മാത്രം നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് ഒരു കാര്യമില്ല. പിന്നെ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഞാൻ വേണമെങ്കിൽ സച്ചിൻ സുരേഷിൻ്റെ സ്റ്റാറ്റ്സ് ഉള്ളത് കാണിച്ചു തരാം. റേറ്റിംഗ് 6-ലും താഴെയായിരിക്കും മിക്കവാറും സച്ചിൻ സുരേഷിന്. പക്ഷെ സോംകുമാറിനെ മാറിയ മാറ്റിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. പ്ലെയർ ആണ് സച്ചിൻ സുരേഷ്. സച്ചിൻ ഇതെന്ത് വരാത്ത സച്ചിൻ സുരേഷ് ഞാൻ കാണിച്ചു തരാം. സച്ചിൻ സുരേഷിൻ്റെ എന്താ റേറ്റിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ മാച്ചിൽ 7 സച്ചിൻ സുരേഷിൻ്റെ റേറ്റിംഗ്. നല്ല സൂപ്പർ സേവ് ആയിരുന്നു ഗൈസ്. നല്ല ഗോൾ കീപ്പർ ആയതുകൊണ്ടാണ് നമുക്ക് അത്ര ഇതായിട്ട് പോവേണ്ടി വന്നത്. പിന്നെ ഈ നോർത്ത് ഈസ്റ്റിനെതിരായിട്ടുള്ള മാച്ച് ജയിക്കേണ്ട മാച്ചായിരുന്നു. സച്ചിൻ സുരേഷ് കൊണ്ടുപോയെന്ന് കളഞ്ഞു. ഒന്നും പറയാനില്ല ഗൈസ്. ഇപ്പം നമുക്ക് സച്ചിൻ സുരേഷിൻ്റെ ടോട്ടൽ 6 മാച്ച് കളിച്ചു. 6 മാച്ചിൽ സ്റ്റാർട്ടിങ് കളിച്ചു. ഗോൾസ് കൺസീഡഡ് പെർ ഗെയിം. ഒരു ഗോൾ കീപ്പർ കൺസീഡ് ചെയ്ത ഗോളാണ് 1.2 പെർ ഗെയിം. പെനാൾട്ടി സേവ്ഡ് ഒരു പെനാൾട്ടിയിൽ 0. പണ്ടൊക്കെ സച്ചിൻ സുരേഷ് പെനാൾട്ടി എടുക്കുമെന്ന് പറഞ്ഞാൽ അത് സേവ് എന്നൊക്കെ എല്ലാവരും പറയുകയാണ്. ഇപ്പോൾ എന്താണ് സച്ചിന് തനിക്ക് എന്താണ് പറ്റിയത്? പിന്നെ നമ്മൾ അവിടെ സേവ് ആയ എന്തായാലും നമ്മുടെ ഡിഫൻസ് അത് ശരിയാക്കിയേ പറ്റൂ. ഞാൻ ഡ്രിങ്ക്സിച്ചിൻ്റെ ആകെ നമ്മുടെ ടീം അറ്റാക്ക് ചെയ്തത് നമ്മുടെ ബോക്സിൻ്റെ അകത്തുണ്ടാകുക ഡ്രിങ്ക്സിച്ച് മാത്രമാണ്. പിന്നെ ആരെങ്കിലും കയറി കൊണ്ടുവന്നാൽ ഡ്രിങ്ക്സിച്ചിന് ഓടിയെത്താനുള്ള സ്പീഡൊന്നും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ലെഫ്റ്റ് ബാക്ക് മുഴുവനും സെൻട്രൽ ബാക്കും ലെഫ്റ്റ് ബാക്കും എല്ലാവരും അടിച്ച് തരാൻ അറ്റാക്കിന് പോകാറില്ല. സ്റ്റാർ ആഷൻ അതായത് മിക്കായൽ സ്റ്റാറെ കുറച്ച് സ്റ്റാറ്റിക്സ് ശരിയാക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത കളി ബംഗളൂരു എഫ്സിൻ്റെ അടുത്ത് എങ്ങനെ ഇരിക്കണമെന്ന്, എങ്ങനെ ജയിക്കോ തോക്കുമെന്നൊന്നും എനിക്കറിയില്ല. ജയിച്ചാൽ മതി, നമ്മുടെ ടീമായതുകൊണ്ടാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചാൽ മതി എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഈ സോഫ നേരത്തെ ഞാൻ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് തന്നെയായിരുന്നു. ഇപ്പം അപ്ഡേറ്റ് ചെയ്ത് അവസാനം ഇങ്ങനെയാക്കി. ടീം കേരള ബ്ലാസ്റ്റേഴ്സ്. പിന്നെ ഈ എയ്മൻ അസറിനെ എന്ത് ഇറക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഈ എയ്മനെ അസറിനെ ഒന്ന് ഇറക്കിയിരുന്നെങ്കിൽ ആ ഒരു മിഡിൽ കുറച്ചും കൂടെ ഇതാവുമായിരുന്നു. മിഡിൽ കുറച്ചും കൂടി ഇതായി. പക്ഷെ ആ എയ്മനും അസറിനെ എന്താണ് ഇവർ ഇറക്കാത്തത്? എന്തുകൊണ്ട് ഇറക്കുന്നില്ല? അപ്പോൾ അടുത്ത മാച്ച് സുനിൽ ഛേത്രിയുടെ ടീമാണ്, അതറിയാമല്ലോ. അപ്പം അതിൻ്റെ കാര്യമില്ല. ജയിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ജയിക്കുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ദൃഢവിശ്വാസം. കമ്പയർ ഒന്നും ചെയ്യാൻ ബോൾ പൊസിഷൻ ഗൈസ്. നേരത്തെ നമ്മൾ മറ്റേ ടിക്കറ്റൊക്കെ കളിക്കണ പോലെ ഓരോ 60-ൽ കൂടുതൽ പൊസിഷൻ ഉണ്ടായിരുന്ന ടീമാണ്. ഇപ്പോൾ വെറും 56.
ഇല്ല, പൊസിഷനൊക്കെ പോട്ടെ, ജയിക്കേണ്ടത് അവസാനം ഗോൾസിന് വെച്ചാണ്. നമ്മൾ അടിച്ച ഗോൾസും കൂടുതൽ തന്നെ, പക്ഷെ കൺസീഡ് ചെയ്തത് ഗോൾസാണ് ഏറ്റവും കൂടുതൽ. ഗോൾ കൺസീഡഡ് പെർ ഗെയിം 1.7. നമ്മൾ അടിച്ച ഗോൾസ് നോക്കിയിട്ട് അറ്റാക്കിംഗ് ഗോൾസ് പെർ ഗെയിം 1.5, ഗോൾ കൺസീഡഡ് പെർ ഗെയിം 1.7. ഇതാണ് ഇപ്പോഴത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ. നോക്കിക്കേ, ആ ഡിഫൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് ഹീറ്റ് മാപ്പൊന്നും കിട്ടാവുന്ന വഴിയില്ലേ ഗൈസ്. അനാലിറ്റിക്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം. നിങ്ങൾക്ക് ചിലപ്പം ബോറടിക്കുന്നുണ്ടായിരിക്കും ഗൈസ്. വാട്ടർ കുക്കീസ് ടെക്നോളജീസ് വേണ്ട ഗൈസ്, ഇതിനും കൂടെ കുറേ സമയം എടുക്കും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഡ്രിങ്ക്സും ഇപ്പോൾ പ്രവീദാസിനെ മാറ്റിയത് നല്ലത് തന്നെ ഗൈസ്. നവോച്ചെ അവിടെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. നമ്മുടെ ലെഫ്റ്റ് ബാക്ക് കളിക്കുന്നുണ്ട്, പക്ഷെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കളിക്കണമെന്നാണ് എനിക്ക് പറയാം. സച്ചിൻ സുരേഷ് ആ ഒരു ബോളൊന്ന് കയ്യിലൊന്ന് പിടിക്കും, അങ്ങനെ ചെയ്താൽ ടീം ഒന്ന് രക്ഷപ്പെടുള്ളൂ ഗൈസ്. വളരെ വിഷമത്തോടെയാണ് ഇത് പറയുന്നത്. സ്വന്തം ടീമിനെ കുറ്റം പറയേണ്ട അവസ്ഥ നിങ്ങൾക്ക് ലോകത്ത് അറിയാൻ പാടില്ല. അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഈ വീഡിയോ. അപ്പം ബൈ.